നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്തെ പല കടകളും അടച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തുറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നടന്നിരിക്കുന്നത് അത്തരമൊരു സംഭവമാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടപ്പിച്ച 100ഓളം തൊഴിലാളികളുടെ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച അതേ കട ഇപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ആരാണോ അടച്ചത് അവർ തന്നെ തുറന്നിരിക്കുകയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് തിരുവനന്തപുരം MRTയിൽ സംഭവിച്ചിരിക്കുന്നത്. സഹോദരന്റെ കള്ളപ്പരാതിയിൽ അധികൃതർ കടപൂട്ടി എന്ന MRTയുടെ വാദം ഇന്ന് ഹൈക്കോടതി ശരിവെക്കുന്നു. കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ അതേ കട കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തന്നെ തുറന്നു കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അനന്തപുരിയുടെ വാണിജ്യ ഹൃദയമായ ചാല കമ്പോളത്തിൽ ഒരു നൂറ്റാണ്ടോളം തലയുയർത്തി നിന്ന പ്രശസ്ത വ്യാപാര സ്ഥാപനമായ MRT മെറ്റൽ മാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂട്ടി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കാൻ നിയമപരമായിട്ട് ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഉടമസ്ഥരായ സഹോദരങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന കുടുംബ തർക്കങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കട അടച്ചിടേണ്ട സാഹചര്യം വന്നതെന്നാണ് സൂചനകൾ. ഹൈക്കോടതി വിധി പ്രകാരമാണ് അധികൃതർ കട പൂട്ടാൻ അവിടെ എത്തിയിരുന്നത്. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. ഉടമകൾ തമ്മിൽ കാലങ്ങളായി സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ഇതിനിടയിലാണ് ലൈസൻസ് പുതുക്കാൻ പലതവണ കോർപ്പറേഷൻ അറിയിച്ചു, അത് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കട പൂട്ടാൻ വേണ്ടി കോർപ്പറേഷൻ കടും പിടുത്തം പിടിച്ചത്. ആ സമയത്ത് അവിടുത്തെ മാനേജറടക്കം നിരന്തരമായിട്ട് അവിടെ വന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ഈ നിയമ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും വേണം എന്നുള്ളത്. കോർപ്പറേഷനിൽ ഈ വിഷയം എന്താണ് എന്നത് വ്യക്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ അഡ്വക്കേറ്റ് എത്തിയിട്ടുണ്ട്. അവരൊന്ന് സംസാരിച്ചു കഴിയുന്നത് വരെയെങ്കിലും ഈ കട അടച്ചിടും എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ കട പൂട്ടിക്കും എന്നുള്ള തീരുമാനം ഒന്ന് ഹോൾഡ് ചെയ്യണമേ എന്ന് വളരെ താഴ്മയോടെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. കട പൂട്ടിയിട്ടേ ഞങ്ങൾ പോകൂ എന്നുള്ള തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കട തുറന്നില്ല എങ്കിൽ ഞങ്ങളുടെ കഞ്ഞി കുടി മുട്ടുമെന്ന് മനസ്സിലായ തൊഴിലാളികൾ അവിടെ ശക്തമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ അവരോട് പോലും യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. 2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള പേപ്പറുകൾ ക്ലിയർ ചെയ്യാനെങ്കിലും തരണം എന്ന് അവിടുത്തെ മാനേജർ അടക്കം ചോദിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞത് കട പൂട്ടിയിട്ടേ ഞങ്ങൾ പോകൂ എന്നുള്ള തരത്തിലുള്ള ധാർഷ്ട്യത്തിലുള്ള മറുപടിയായിരുന്നു. അതായത് കോർപ്പറേഷന്റെയും ഉദ്യോഗസ്ഥരുടെയും കടുംപിടുത്തവും സഹോദരന്റെ കൊടും ചതിയും മൂലം ഒരു സംരംഭകനും അതോടൊപ്പം തന്നെ 100ഓളം തൊഴിലാളികൾക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം MRT കട അടച്ചു എന്നുള്ള വാർത്തകൾക്ക് പിന്നിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് ഇതേ സംവിധാനത്തിൽ ഇതേ നിയമത്തിൽ വിശ്വസിച്ച് നിയമ പോരാട്ടം നടത്തി കൃത്യമായിട്ട് എന്തുകൊണ്ട് ലൈസൻസ് പുതുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതിനുള്ള നിയമസാധുത എന്താണ് എന്നൊക്കെ ഹൈക്കോടതിയെ വ്യക്തമാക്കിയതോടെ ആരാണോ കട അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് അവർ തന്നെ ഈ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകേണ്ടി വന്നിരിക്കുകയാണ്. MRT എന്ന് പറയുന്ന അനന്തപുരിയുടെ വാണിജ്യ ഹൃദയമായ ചാല കമ്പോളത്തിൽ ഒരു നൂറ്റാണ്ടോളം തലയുയർത്തി നിന്ന പ്രശസ്തമായ വ്യാപാര സ്ഥാപനമായ MRT ഇപ്പോൾ പുനർപ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വീഡിയോ എടുത്താൽ ഫുള്ള് ഈ കവർ ചെയ്ത് വീഡിയോ എടുത്താൽ മെനഞ്ഞാണ് പൂട്ടിയ MRT ഇന്ന് ഹെൽത്ത് അതോറിറ്റി വന്ന് തുറന്നു തരുന്നു. കള്ളപ്പരാതിയെ പരിഗണിച്ച് ഹൈക്കോടതി നമുക്ക് ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഹെൽത്ത് അതോറിറ്റി വന്ന് തുറന്നു തരുന്നത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോകും. സ്റ്റാഫ്
ആ